വീട്ടിൽ തന്നെ ഇരിക്കുന്ന സ്ത്രീകൾക്ക് ലാംഗ്വേജ് ആദ്യമൊക്കെ നമുക്ക് കുറേയൊക്കെ അറിയാമെങ്കിലും പെട്ടെന്ന് മറന്നു പോകും. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്താണെന്നറിയോ? ഡെയിലി പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ 2 എണ്ണം വെച്ച് പഠിക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ കൂടിക്കോട്ടോ. ഞാൻ പഠിക്കുന്ന 2 വാക്കുകൾ എൻ്റെ ഡെയിലി വീഡിയോയിൽ ഇടാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വീഡിയോയിൽ വരുന്നുണ്ട് കേട്ടോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ നൈറ്റ് റൊട്ടീനാണ്. രാത്രി ഈ വീട്ടിൽ അത് തരാം കേട്ടോ. രാത്രി നമ്മുടെ വീട്ടിൽ എന്തൊക്കെയാണ് എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. കുട്ടികൾക്ക് കൊടുക്കുന്ന കുറച്ച് സ്നാക്ക്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് വന്നിട്ട് എന്താ പറയുക, ചൊരങ്ങാന്നൊക്കെ പറയില്ലേ, ആ സാധനം കൊണ്ട് ഹെയ്സന്, അതായത് 6 month തൊട്ടുള്ള ബേബിക്കൊക്കെ ഇതുകൊണ്ട് കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ എല്ലാവർക്കും കൂടെ ഒരു കുറുക്ക് പോലെ അല്ലെങ്കിൽ പായസം പോലെ അങ്ങനെ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഇതുകൊണ്ട് അത് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ബർഗർ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. പിന്നെ രാത്രി ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരു 2-3 weeks ആയിട്ട് ഞാൻ ഒരു ഇത് കൊളാജൻ്റെ, അതായത് പ്ലാന്റ് ബേസ്ഡ് കൊളാജൻ്റെ ഒരു പൗഡർ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടും ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതിൻ്റെ റിവ്യൂ കൂടെ ഞാൻ പറയുന്നുണ്ട്. ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാനുള്ള പാത്രം, ഹയാൻ നിങ്ങൾക്ക് കാണിക്കുമ്പോൾ കുറച്ച് ഭംഗിയുള്ള പാത്രത്തിലൊക്കെ കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ പാത്രം എടുക്കാം. ഇതൊക്കെ ആകെ പൂപ്പൽ പിടിച്ചു പോയിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതൊന്ന് വാഷ് ചെയ്യാം കേട്ടോ. ഹെയ്സൻ എവിടെ? ഇതെന്താ കാണിക്കണേ? നീ ടേബിൾ മാനേഴ്സ് ഇല്ലാന്ന് പറയൂലേ എല്ലാരും? ചുച്ചുക്ക് ടേബിൾ മാനേഴ്സ് പഠിപ്പിച്ചു കൊടുക്കൂ പറയില്ലേ? എവിടെ ഹെയ്സൻ എന്താ ചെയ്യണേ? കാണിക്ക്. ഹെയ്സൻ അവിടെ ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാന്ന് പറഞ്ഞാൽ അതേ നമ്മുടെ ചുച്ചുക്കുട്ടി ഫുള്ള് പണിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ദിവസം ചോറ് കിട്ടാത്ത പോലെ ഉണ്ടല്ലേ ചുച്ചു കഴിക്കുമ്പോൾ? ഇനി കൈ കഴുകിയിട്ട് അമ്മ വേറെ ചോറ് തരാം കേട്ടോ. ഇവിടെയുള്ള ആ മാഗ്നറ്റിനെ കുറിച്ചിട്ട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അത് നൈഫ് സ്റ്റാൻഡാണ്, മാഗ്നറ്റാണ്. നമുക്ക് ജസ്റ്റ് അടുത്ത് കൊണ്ടുപോയി വെച്ച് കൊടുത്താൽ മതി, അത് ഒട്ടിപ്പിടിച്ച് നിന്നോളൂ കേട്ടോ. കുറേ പേര് എന്നോട് അന്ന് നമ്മൾ കിച്ചൺ ടൂർ കാണിക്കുന്ന സമയത്ത് കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ പറഞ്ഞത്. ഇതേ അത് കാണുന്നത് നൈഫൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ പാലൊഴിക്കുന്നുണ്ട് കേട്ടോ. ഈ പാലൊന്ന് തിളയ്ക്കണം. മാറിച്ചു കൂട്ടാ, ഈ പാല് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ശരിക്കും പറഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക്, 1 വയസ്സാകാത്ത കുട്ടികൾക്ക് പാലൊന്നും നമ്മൾ കൊടുക്കില്ലല്ലോ, കൊടുക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഹെയ്സന് 1 വയസ്സാവാറായതുകൊണ്ട് കൊടുക്കാം, പക്ഷേ ഞാൻ കൊടുക്കണില്ല. ഹെയ്സന് വേറെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് നമ്മുടെ വലിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. നമുക്ക് ഇതിന് വേണ്ടത്, ഇത് വേണം നിർബന്ധമൊന്നുമില്ല, ചവ്വരിയാണ് കേട്ടോ. ഇത് വന്നിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. നന്നായിട്ട് കുതിർന്നാൽ ഇത് നന്നായിട്ട് വേഗമുള്ളൂ കേട്ടോ. ഇത് മാത്രം ഇട്ടിട്ട് ചെറിയ കുട്ടികൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാം. ഞാൻ ഹെയ്സന് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കിയത് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ ഇട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവർ കയറി നോക്കുക. ഇത് മാത്രം വെച്ചിട്ട് ഇത് വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ കുതിരാൻ വെക്കാനേ. എപ്പോഴും വാഷ്. ചുടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും കുതിരാൻ വെക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ഈ ചൊരങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് പാല് തിളച്ച് വരുന്നുണ്ട്. ചൊരങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക. പാലിൽ കിടന്നിട്ട് നന്നായിട്ട് വേകണം കേട്ടോ. ഇതിൽ വെള്ളമൊന്നും ഉണ്ടാവണ്ട, പാല് നല്ല തിക്കായിട്ട് ഉണ്ടാവേണ്ടതാണ്. വെള്ളം ഉണ്ടെങ്കിൽ അരിച്ചെടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്ക് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയിലും കൂടെ കിടന്ന് വേകുമ്പോൾ നന്നായിട്ട് ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതാട്ടോ നമ്മൾ പാലിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഒന്ന് വെന്ത് കിട്ടുന്ന വരെ നമുക്കിതിങ്ങനെ. അപ്പോൾ നമ്മുടെ ഡെസേർട്ട് റെഡി ആവുന്ന വരെ ആ ടൈമിൻ്റെ ഉള്ളിൽ ഞാൻ രാത്രി ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് 2-3 weeks ആയിട്ട് കഴിക്കുന്ന ഒസീവയുടെ കൊളാജൻ പൗഡറിനെ പറ്റിയിട്ട് നമുക്ക് പരിചയപ്പെടാം അല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ സാധനം, ഒസീവയുടെ പ്രൊഡക്റ്റാണ്. ഇതിപ്പോൾ ഒരു 2 week ആയി എനിക്കിത് കിട്ടിയിട്ട്. ഇനിയിപ്പോൾ ഇത് ഞാൻ ഇത് കഴിച്ച് നോക്കിയിട്ട് ഒരു
പുളിപ്പ് രസം ഒരു എന്താ പറയുക ഈനൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിനുണ്ടാവുക. ഇതിൻ്റെ കളറ് ഞാൻ ഉള്ളിൽ കാണിച്ചു തരാം. ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ ആൻറ്റി ഏജിങ്, അതായത് നമ്മൾ ഒരു 20 വയസ്സൊക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ 30 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് ഏജിങ് പ്രോസസ്സ് കൂടിക്കൊണ്ടിരിക്കുമല്ലോ. ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ കൊളാജൻ്റെ പ്രവർത്തനം കമ്മിയായിട്ട് വരും, കുറവായിട്ട് വരും. ആ സമയത്ത് നമ്മൾ പുറത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ സപ്ലിമെൻറ്റ്സ്, നോർമലി 30 വയസ്സൊക്കെ കഴിഞ്ഞാൽ സ്ത്രീകൾ വൈറ്റമിൻസ് ഒക്കെ കൂടുതലായിട്ട് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലിനും ഇതിനൊക്കെ ബലം കുറയും. അപ്പോൾ അത് കൂട്ടാനായിട്ട് നമ്മൾ പുറത്തു നിന്നും എന്തെങ്കിലും സപ്ലിമെൻറ്റ്സ് എടുക്കണം. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു സാധനം കുഴപ്പമില്ല എന്ന് തോന്നി കുറേ റിവ്യൂസൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഏതായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചാണ്. അപ്പോൾ വലിയ കുഴപ്പമില്ല, നമുക്ക് ആൻറ്റി ഏജിങ് ആണ്. നമ്മൾ സ്കിന്നൊക്കെ ഭയങ്കര ടൈറ്റ് ആവാനും അതുപോലെ നമുക്ക് ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവില്ല, അതൊക്കെ തടയാനൊക്കെ സഹായിക്കും എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ വെള്ളമില്ലേ, വാട്ടർ എടുക്കുക, ഒരു എത്ര നാളും ഇതിൽ കൊടുത്തിട്ടുണ്ട് 200 മില്ലി വെള്ളത്തിൽ നേരിട്ട് ഇത് കലർത്താം. വേണമെങ്കിൽ ചെറിയൊരു ചൂടുള്ള ഹോട്ട് വാട്ടറിൽ വേണമെങ്കിൽ ലൈറ്റ് ചൂടുള്ള ഹോട്ട് വാട്ടറിൽ കലക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് നമുക്കിത് കുടിക്കാം. ഇത് വന്നിട്ട് ആനിമൽ പ്രൊഡക്ട്സിൽ നിന്നും എടുക്കുന്ന കൊളാജൻ അല്ല, ഇത് വന്നിട്ട് പ്യോർ ഹെർബൽ ആയിട്ടുള്ള സാധനമാണ്. വെജിറ്റബിൾസിൽ നിന്നും ഫ്ലവേഴ്സിൽ നിന്നും ഒക്കെ എടുക്കുന്ന കൊളാജനാണ്. ആനിമൽ പ്രൊഡക്ട്സ് ആകുമ്പോൾ നമുക്ക് സൈഡ് എഫക്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇതിൽ പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. ഇതിൽ കണ്ടില്ലേ ഈ ബെറി അതുപോലെയുള്ള സാധനങ്ങൾ, ബാംബൂ ഷൂട്ട്, ഇതൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ബയോട്ടിൻ, ഹൈ ഇൻ ബയോട്ടിൻ ഉള്ള സാധനങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ റോസ് പെറ്റൽസ് ഉണ്ട്, അതുപോലെയുള്ള എല്ലാ ശരീരത്തിനും നല്ല സാധനങ്ങളൊക്കെയാണ് ഇതിൽ ഇവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത്. ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വൈറ്റമിൻ സി ഒരുപാടുണ്ട്, സിലിക്ക, സോഡിയം, പൊട്ടാഷ്യം, ഇതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽ ഇവർ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ആർക്കെങ്കിലും ഇത് വേണം, ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. ആമസോണിൽ, ഫ്ലിപ്കാർട്ടിൽ എല്ലാറ്റിലും ഇത് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ആൻറ്റി ഏജിങ് ബ്യൂട്ടി, അതായത് നമ്മൾ വയസ്സാകാൻ തോറും നമുക്ക് ഉണ്ടാവുന്ന കുറച്ച് പ്രശ്നങ്ങളെ ഇല്ലാതാക്കാനും വേണ്ടിയിട്ട് നമ്മൾ പുറത്തു നിന്നും കൊടുക്കുന്ന സപ്ലിമെൻറ്റിൽ വെച്ചത്. പിന്നെ ഇത് എങ്ങനെയാണ് കഴിക്കാമെന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് ഇതിപ്പോൾ ഒരു 1/4 കിലോൻ്റെ ഡപ്പയാണ്, ഏകദേശം ഇത്ര ആയിട്ടുണ്ട്. കളർ വന്നിട്ട് ഒരു റോസ് പെറ്റൽസൊക്കെ പൊടിച്ചാലുള്ള ആ ഒരു കളറായിട്ടാണ് വരുന്നത്. ഇത് കലങ്ങാൻ ഇത്തിരി ഒരു പ്രയാസമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം എടുക്കുക. വെള്ളം എടുത്തിട്ട് 2 സ്കൂപ്പാണ് കേട്ടോ നമ്മൾ ഇടേണ്ടത്. ചെറിയ പ്രഗ്നൻറ്റ് ലേഡീസ് കഴിക്കുകയാണെങ്കിൽ ഡോക്ടറോട് ചോദിച്ചിട്ട് വേണം കഴിക്കാൻ. അപ്പോൾ ഇതുപോലെയുള്ള 2 സ്കൂപ്പ് എടുത്തിട്ട് ഇതിലേക്ക് ഇടുക. കുറച്ച് വെള്ളം ആദ്യം എടുക്കുക, എന്നിട്ട് അതിലേക്ക് ഇട്ടിട്ട് നന്നായി മിക്സ് ആക്കുക. റനക്കുട്ടി ഇതെടുക്ക്. അപ്പോൾ 2 സ്കൂപ്പ് ഇട്ടിട്ടുണ്ട്, നന്നായിട്ട് മിക്സ് ആക്കുക കേട്ടോ. മിക്സ് ആവാൻ കുറച്ച് പ്രയാസമാണ്. ഇവിടെ ഒഴിച്ചു കൊടുക്കുക. എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കണ്ട, നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കഴിച്ചാൽ മതി കേട്ടോ. ഇത് ഏജിങ് പ്രോസസ്സൊക്കെ ഭയങ്കര ലേറ്റ് ആക്കും എന്നൊക്കെയാണ് അവർ പറയുന്നത്. അത് കുടിക്കുന്നുണ്ട്, ഒരു പുളിപ്പ് രസമൊക്കെയാണ് ഉള്ളത് കേട്ടോ. പുളിപ്പ്, കുറച്ച് ഒരു എരിവ്, നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഈ റോസ് പെറ്റൽസിൻ്റെയൊക്കെ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ട്. റോസ് കഴിക്കുന്നത് നല്ലതാണ്. സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഒരു തിളക്കം കാര്യങ്ങളൊക്കെ വരും അങ്ങനെ കഴിക്കുകയാണെങ്കിൽ. അപ്പോൾ അതിൻ്റെ പെറ്റൽസൊക്കെ ഇതിൽ കിടക്കുന്നുണ്ട്. ഞാനും എൻ്റെ ഹസ്ബൻഡും ആണ് കേട്ടോ ഇത് കുടിക്കുന്നത്. ഡെയിലി രാത്രി കുടിക്കാനാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മുടെ ഇത് തിളച്ച് വരുന്നുണ്ട്, തിളച്ച് വരുന്നുണ്ട്, പക്ഷെ വെന്തിട്ടില്ല. നല്ല തിള വരട്ടെ കേട്ടോ. കിടക്കാൻ നേരത്തെ വേണമെങ്കിൽ കുടിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെയും കുടിക്കും. ചില പ്രോട്ടീൻ പൊടിയൊക്കെ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഭയങ്കര ഒരു ജാതി ഉണ്ടാവും, പക്ഷേ ഇത് കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് കുടിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ എന്താ പറയുക ഇതുപോലത്തെ സാധനങ്ങളൊന്നും കുടിക്കില്ല. ഇത് ഓക്കെയാണ്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, കയറി ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുവാണെങ്കിൽ വാങ്ങിക്കുക. നമ്മുടെ ചുരങ്ങ വന്നിട്ട് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ ചവരിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ബാക്കി കുറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ഫുള്ളായിട്ട് ഇട്ടില്ല. ഇത് മോൻക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കും. നമ്മുടെ റനക്കുട്ടി ഇവിടെ ബദാമൊക്കെ കട്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഗാർണിഷ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ബദാം. അപ്പോൾ താളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് ചീസ് ക്യൂബ് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ജസ്റ്റ് ഇതൊന്ന് ഇട്ട് കൊടുത്താൽ മതി.
നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരട്ടെ ചീസൊക്കെ. ചീസല്ല, ബട്ടറാണ് ഇട്ട് കൊടുത്തത്. ഇനി നമ്മൾ ഇടാൻ പോകുന്നതാണ് ചീസ് ക്യൂബ്സും കൂടി ഇതിൽ ഇടുന്നുണ്ട്. ഇത് ക്യൂബായിട്ട് വാങ്ങാൻ കിട്ടും. ഇത് വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് കുറച്ച് ഒരു തിക്കായിട്ടുള്ള നല്ലൊരു ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ടാണ് ഇതിൽ ആഡ് ചെയ്ത്. കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ ബദാമൊക്കെ, അതും കൂടെ ഒന്ന് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് റോസ്റ്റായി വന്നു കഴിഞ്ഞാൽ നമുക്കത് ഇതിൽ വന്നിട്ട് പച്ച കളർ ആഡ് ചെയ്യും. കളറ് നമുക്ക് കിട്ടൂലേ, ഫുഡ് കളർ കിട്ടുമല്ലോ, കളറൊന്നും ആഡ് ചെയ്യാതെ കേട്ടോ. ഇക്ക വന്നു കേട്ടോ. എടുക്ക് അത് ചുച്ചു പാ. കാറെവിടെ? ആ ആ ആ ആ ശരി വരി. അയൻ എന്താ കിടക്കണ്? ഒക്കെ വലിച്ചു വാരിട്ട് കഴിഞ്ഞ്. എന്ത് ചുച്ചുക്ക് ബജ്ജി വേണാ? നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രീസറിലല്ല, താഴെയാണ് വെക്കേണ്ടത്. പക്ഷേ തിരക്കിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ചാണ്. അത് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് കളർ ആഡ് ചെയ്തിട്ടുണ്ട്, അതാണ് പച്ച കളറ്. അപ്പോൾ ഞങ്ങളിത് കഴിക്കാണ്. രാത്രി ആകുമ്പോഴേക്കും കുട്ടികളെല്ലാം കഴിച്ച നിലത്തിലൊക്കെ നന്നായിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒട്ടി പിടിച്ച് നിൽക്കും. അപ്പോൾ അതൊക്കെ എന്തായാലും ക്ലീൻ ആക്കിയിട്ടേ കിടക്കാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ വീണ്ടും എല്ലാ ഭാഗത്തും ബെഡ്റൂമിലേക്കൊക്കെ അത് വെച്ച് വലിച്ചിങ്ങനെ തേച്ചുകൊണ്ട് വരും. അപ്പോൾ ഹോളൊക്കെ നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കുകയാണ്. അടിച്ചു വാരി കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ബാക്കിൽ ഹെയ്സൻ കുട്ടനും ബാക്കിൽ ഇങ്ങനെ നടന്ന് തുടയ്ക്കുന്നുണ്ട് കേട്ടോ, അവനും കൂടിയിട്ട്. ഇത് രാത്രി ശരിക്കും പറഞ്ഞാൽ എത്ര മണിയെന്ന് വെച്ചാൽ ഇക്ക വന്നതിന് ശേഷം, അതായത് 10 മണിയാണ് കേട്ടോ. അത് മക്കൾ ഉറങ്ങാൻ എപ്പോഴും ലേറ്റ് ആവും. അപ്പം ഞാനും റനക്കുട്ടിയും കൂടി ഒരു തീരുമാനം എടുത്തിരുന്നു. അതായത് ഒരാഴ്ച തൊട്ടിട്ട് ഡെയിലി 2 പുതിയ ഇംഗ്ലീഷ് വേർഡ്സ് മലയാളം അർത്ഥം വെച്ച് പഠിക്കും എന്നുള്ളത്. പുതിയതോ പഴയതോ ഓർമ്മപ്പെടുത്തുകയാണെങ്കിൽ നല്ലതല്ല. അപ്പോൾ അതിലൊന്നാണ് ഡ്രൗസി ആൻഡ് ഡിസീനസ് എന്നുള്ളത്. ഡിസീനസ് എന്ന് പറഞ്ഞാൽ തലകറക്കം, ഡ്രൗസി എന്ന് പറഞ്ഞാൽ മയക്കം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെയും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ പഠിക്കാൻ താല്പര്യമുള്ളവർ ഈ 2 വേർഡ്സ് ഇന്ന് ഓർമ്മ വയ്ക്കുക. നാളെ നമുക്ക് പുതിയ വേർഡ്സ് പഠിക്കാം. അങ്ങനെ ചുച്ചുക്കുട്ടീനെ ഉറക്കിയിട്ടുണ്ട്. ഇത് വീട്ടിൽ നിന്ന് ഉമ്മ എനിക്ക് പൊറോട്ട കൊടുത്തയച്ചതാണ്. കോയമ്പത്തൂരിൽ നിന്ന് വാങ്ങിയിട്ട് വന്ന കോയിൻ പൊറോട്ടയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഹെയ്സന് കുറുക്കുണ്ടാക്കുകയാണ്. ഇന്ന് ഇത്തിരി ലേറ്റായി. ഇടയ്ക്ക് അവനക്ക് വേറെയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ ലേറ്റ് ആയത്. അപ്പോൾ കുറുക്കുണ്ടാക്കി കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റനക്കുട്ടിയും ഹയാനൊക്കെ ഫുഡ് കഴിച്ചു. ഇക്ക കഴിക്കാൻ പോവാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഞാൻ കുറുക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അങ്ങനെ ഹെയ്സനും കൂടിയിട്ട് ഫുഡ് കൊടുക്കുകയാണ്. അവനിപ്പോൾ ഞാൻ ആദ്യത്തെ സ്ട്രോളൊക്കെ എടുത്ത് കൊണ്ടുവന്ന് താഴെ വെച്ചു. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഓടി വരാൻ തുടങ്ങിയതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യവും അവനെ വിട്ടിട്ട് ചെയ്യാൻ പറ്റില്ല. ഇതാകുമ്പോൾ കുറച്ച് നേരം അതിലിരിക്കും. പക്ഷേ അതിന്ന് അവൻ എടുത്ത് ചാടാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എങ്കിലും ആരെങ്കിലുമൊക്കെ അടുത്തുണ്ടാവണം. ഇതാകുമ്പോൾ അടുത്ത് മോനെ വെച്ചിട്ട് ഹയാൻ്റെ അടുത്ത് വെച്ചിട്ട് എനിക്ക് പണികളൊക്കെ ചെയ്യാമല്ലോ. അതിന് വേണ്ടിയിട്ട് അത് താഴെ ഇറക്കിയതാണ്. അങ്ങനെ ഇക്കാക്കും കൂടി നമ്മുടെ പ്രോട്ടീൻ പൗഡർ കലക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇക്കാക്ക് കുറച്ച് തണുത്ത വെള്ളത്തിലാണ് കേട്ടോ ഞാൻ കലക്കി കൊടുക്കുന്നത്. ഇക്കാക്ക് അങ്ങനെയാണ് ഇഷ്ടം. അതൊക്കെ കഴിഞ്ഞ് ഹെയ്സനെ കുളിപ്പിച്ച് കൊണ്ടുവന്നു കേട്ടോ ഞാൻ. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി തലേണ കവറൊക്കെ ഒന്ന് മാറ്റണം. കുറേ ദിവസമായി മാറ്റിയിട്ട്. അപ്പോൾ നമ്മളൊരു 2 ദിവസത്തിൻ്റെ കൂടുതൽ ശരിക്കും വെക്കാൻ പറ്റില്ല. കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ബെഡ്ഷീറ്റ് വേഗം മുഷിഞ്ഞ് പോവും. അപ്പോൾ അതൊക്കെ മാറ്റി ഫ്രഷായിട്ട് തന്നെ രാത്രി കിടക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവുമല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മേലൊക്കെ കഴുകിയിട്ടാണ് കിടക്കുക. അപ്പോൾ അതിന് മുമ്പ് റനക്കുട്ടിക്ക് ഹെന്ന ഇടണം എന്ന് പറഞ്ഞു. കുറേ ദിവസമായി ഇത് നമുക്ക് റിവ്യൂവിനും വേണ്ടിയിട്ട് അയച്ചു തന്ന ഹെന്നയാണ്. അപ്പോൾ ഞാൻ ഇട്ട് നോക്കിയിട്ടുണ്ട്. ഇതവർ ബ്രൈഡൽ കിറ്റാണ് അയച്ചത്. ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും നിങ്ങളെ അറിയിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.